പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ദില്ലിയിൽ നിന്ന് ഒരു വാർത്ത വരുന്നു. ദില്ലി ഉച്ചകോടിയിലെ പ്രതിഷേധത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ അറസ്റ്റിൽ. ഉദയഭാനു ചിബിനെയാണ് ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. 15 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന്റെ ഒടുവിലാണ് അറസ്റ്റ്. പി ആർ സുനിലുണ്ട്. പി ആർ സുനിൽ, യൂത്ത് കോൺഗ്രസിലെ ദേശീയ അധ്യക്ഷനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് സാധ്യതയുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് സർക്കാരിന്റെ നീക്കം, പി ആർ സുനിൽ? ഏതായാലും ഈ വിഷയത്തിൽ ദില്ലി പോലീസ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് വലിയ ഗൂഢാലോചന നടന്നു എന്നതാണ്. ഈ ഗൂഢാലോചന നടന്നു എന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയഭാനു ചിബിനെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 15 മണിക്കൂറുകളായി ദില്ലി പോലീസ് ഈ ഉദയഭാനു ചിബിനെ ചോദ്യം ചെയ്ത് വരികയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മധ്യപ്രദേശിൽ നിന്നും അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ തന്നെ നിരവധി പേരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ തന്നെ ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ചോദ്യം ചെയ്യുകയും കുറെ പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ശിബു കൂടി അറസ്റ്റിലാകുന്നതോടെ 9ാമത്തെ അറസ്റ്റാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ദില്ലി പോലീസ് നടത്തുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ വലിയ ഗൂഢാലോചന നടന്നു. ഈ AI ഉച്ചകോടി തകർക്കാനും അതിനെ അപമാനിക്കാനുമൊക്കെയുള്ള ഗൂഢശ്രമങ്ങൾ നടന്നു എന്നൊക്കെയാണ് പ്രധാനമായും പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള അറസ്റ്റാണ് തുടരുന്നത്. ഏതായാലും വലിയ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രതിഷേധിക്കുക എന്നത് ഭരണഘടനാ അവകാശമാണ്. ആ ഭരണഘടനാ അവകാശം അനുസരിച്ചുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിലൂടെ മോദി സറണ്ടർ ചെയ്തു എന്ന രാഷ്ട്രീയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് നടത്തിയത് എന്നാണ് കോൺഗ്രസ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ജനാധിപത്യ രാജ്യത്ത് അങ്ങനെ പ്രതിഷേധിച്ചതിന് ഈ രീതിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വേട്ടയാടുകയാണ് പോലീസ് എന്ന ആരോപണം കോൺഗ്രസ് ഉയർത്തിയിട്ടുണ്ട്. തീർച്ചയായും അരുൺ പറഞ്ഞതുപോലെ വലിയ പ്രതിഷേധ കാഴ്ചകൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ അറസ്റ്റിന് പിന്നാലെ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ അതിന്റെ ഭാഗമായി ദില്ലിയിൽ എല്ലായിടത്തും ഏർപ്പെടുത്തിയിട്ടുണ്ട്. താങ്ക് യു. പി ആർ സുനിലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്തായാലും പ്രതിഷേധമുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനെയാണ് ഇപ്പോൾ 15 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്.